സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് മാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനാ ദിനത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 16, ഒന്നാമത്തെ വായന ഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം 22, 23 അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങളിലും വളരെ ഭൂരിഭാഗവും പറയുന്നത് യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. യോശിയ രാജാവ് 8 വയസ്സായപ്പോഴാണ് അധികാരത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പ് രാജാവായിരുന്ന ആമോൻ, അതിനു മുമ്പ് മനശ്ശെ 52 വർഷം, അത് കഴിഞ്ഞിട്ട് 55 വർഷം, അത് കഴിഞ്ഞിട്ട് 2 വർഷം ആമോൻ. മൊത്തം 57 വർഷത്തെ ദീർഘമായ ഒരു വഷളത്വത്തിൻ്റെയും ദൈവത്തിനെതിരായ ജീവിതത്തിൻ്റെയും യഹൂദ മുഴുവനും. അങ്ങനെ ഇരുന്നൊരു കാലത്തിന് ശേഷം യോശിയാവ് രാജാവാകുമ്പോൾ അവിടെ യോശിയാവിനെ കുറിച്ച് പറയുന്നത് അവൻ യഹോവയ്ക്ക് പ്രസാദമായതുള്ളത് ചെയ്തു എന്നാണ്. അതൊരു വലിയ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. 57 വർഷം ദേശം ഒടിഞ്ഞു കിടന്നൊരു ദേശം, ദൈവത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാത്ത ദേശം, അന്യ ബിംബങ്ങളെ കൊണ്ടും അന്യ ആരാധനകളെ കൊണ്ടും നിറഞ്ഞിരുന്ന ഒരു കാലം. ഈ ഇത്രയും ദീർഘമായൊരു കാലഘട്ടത്തിന് ശേഷം വരുന്ന 8 വയസ്സുകാരനായ രാജാവ് എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ ദാവീദിൻ്റെ വഴിയിലൊക്കെയും തന്നെ നടന്നു എന്നാണ്. 18 വർഷം അവിടെ യഹോവയുടെ ആലയത്തിൽ പറഞ്ഞയച്ചിട്ട് ഹിൽക്കിയാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആലയത്തിൽ പിരിഞ്ഞു വരുന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തുമായ ദ്രവ്യം അവർ കണക്ക് നോക്കട്ടെ, അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കും. അപ്പം അറ്റകുറ്റം തീർക്കുക എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് അറ്റകുറ്റം തീർക്കാതിരുന്ന 57 വർഷമോ അതിലധികമോ ഒക്കെ ആയിട്ട് പണി തീരാതെ കാത്തുപരിപാലിക്കാതിരുന്ന ദൈവത്തിൻ്റെ യെരൂശലേം ദേവാലയം പണി ചെയ്യുന്നതിന് വേണ്ടി അത് കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് കണക്ക് ചോദിക്കേണ്ടെന്നും പറയുന്നുണ്ട്. വിശ്വാസത്തോടെ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കണക്ക് ചോദിക്കാതെ കിട്ടുന്ന പണം, പിരിഞ്ഞു വരുന്ന പണം പണിക്കാരുടെ കൊടുക്കുക, അവരത് ചെയ്യട്ടെ എന്നാണ്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാൻ, രായസക്കാരൻ എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സൊക്കെ, പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു ലൈബ്രറിയൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലൈബ്രറിയൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് പുസ്തകങ്ങൾ പുറത്ത് വായിക്കാൻ കൊടുക്കുമല്ലോ, അങ്ങനല്ല. ഇത് സൂക്ഷിക്കുന്ന ആളാണ്. ഇത്തരം എഴുത്തുകളൊക്കെയും, കത്തുകളും എഴുത്തുകളും, അതുപോലെ രാജാവിൻ്റെ കൽപ്പനകൾ, ഇതുപോലെ ന്യായപ്രമാണ പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത് സൂക്ഷിക്കുന്ന ഒരു ജോലിയാണ് ഈ രായസക്കാരൻ്റെ. അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് പിന്നെ അദ്ദേഹം ഷാഫാൻ അത് വായിക്കുകയാണ്. വായിച്ചിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഹിൽക്കിയാ പുരോഹിതൻ ഈ ദ്രവ്യത്തിൻ്റെ പെട്ടി ഒഴിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഒരു പുസ്തകം കിട്ടി, ആ പുസ്തകം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയാം. ഷാഫാൻ പക്ഷേ അത് രാജാവിൻ്റെ കൽപ്പന പ്രകാരം അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. രാജാവ് ഈ ന്യായപ്രമാണ പുസ്തകങ്ങളിലെ വാക്യങ്ങളെ കേട്ടപ്പോഴാണ് എന്തുമാത്രം ദൈവത്തെ വിട്ടുമാറിയാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ ദേശത്തിലെ ജനം, രാജാവും രാജ കുടുംബവും രാജധാനിയും അരമനയും സാമാന്യ ജനവും പുരോഹിത വർഗവും പ്രവാചക വർഗവും ഒക്കെ എന്തുമാത്രം തെറ്റിയാണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം വസ്ത്രം കീറി ദൈവത്തിന് മുമ്പിൽ ചാക്കുശീല ഉടുത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുരോഹിതനായ ഹിൽക്കിയാവോടും ഷാഫാൻ്റെ മകൻ അഹീക്കാമിനോടും അവിടെ നിന്ന് ബാക്കി ഉള്ള രായസക്കാരനായ ഷാഫാനോടൊക്കെ നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവിടെ ഒരു ഈ അത് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെ അനുസരിച്ച് നടപ്പാൻ തക്കൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ നമ്മൾ കേൾക്കായ്ക കൊണ്ട് നമ്മുടെ നേരെ ദൈവത്തിൻ്റെ കോപം വലുതായിട്ട് ജ്വലിച്ചിരിക്കുന്നുവല്ലോ എന്നാണ്. അങ്ങനെ ആ പുസ്തകം കൊണ്ട് നേരെ ഹുൽദാ പ്രവാചകിയുടെ അടുത്തിൽ ചെല്ലുകയും ഹുൽദാ പ്രവാചകി അവരോട് പറയുകയും ചെയ്യുന്നത്, ഇസ്രായേൽ ദൈവമായ യഹോവ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിച്ച പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുത്തും. അപ്പോൾ ഈ അനർത്ഥങ്ങളൊക്കെ ഈ ദേശത്തിന് വരാനിരിക്കുകയാണ്. അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവർത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയത് കൊണ്ട് എൻ്റെ കോപം ഈ സ്ഥലത്തിൻ്റെ നേരെ ജ്വലിക്കും, അത് കെട്ടുപോകുകയില്ല എന്ന് പറയാം. പക്ഷേ
യഹൂദ രാജാവേ, യോശിയാവേ, നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ പറയുന്നത്: അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ. എവിടുന്ന് കേട്ടു? ഈ പുസ്തകം വായിച്ചപ്പോൾ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കയറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും, നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല. അപ്പം അവിടെ അനർത്ഥം വരുത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ദൈവം പറയുന്നില്ല. പക്ഷേ അത് നിന്റെ കാലത്തുണ്ടാകുകയില്ല, നീ അത് കാണേണ്ടി വരികയില്ല, നീ സമാധാനത്തോടെ തന്നെ നിന്റെ കാലം തീർക്കും, അല്ലെങ്കിൽ നിനക്ക് മരണം ഉണ്ടാകും എന്നാണ്. അതിനുശേഷം ഈ 22 അധ്യായമാണ് ഇപ്പോൾ വായിച്ചു തീർത്തത്. 23-ാം അധ്യായം അവർ യഹൂദയിലും യെരുശലേമിലുള്ള എല്ലാ മൂപ്പന്മാരെയും എല്ലാവരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും സകല ആബാലവൃദ്ധം ജനത്തെയൊക്കെയും കൂട്ടിവരുത്തി അവിടെ യഹോവ ആലയത്തിൽ കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവർ കേൾക്കുകയും വായിച്ചു കേൾപ്പിച്ചു. അവർക്കും വായിച്ചു. രാജാവും ശാഫാനും പ്രവാചകയൊന്നുമല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സകല ജനത്തെയും കൂട്ടിവരുത്തിയിട്ട് അവർക്കെല്ലാം ഇത് വായിച്ചു കേൾപ്പിച്ചു. രാജാവ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം: ഞാൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുമ്പാകെ സത്യം ചെയ്യുക, നിയമം ചെയ്യുക. ജനമൊക്കെയും ആ നിയമത്തിൽ യോജിച്ചു. അപ്പം അതിനകത്ത് ജനം ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രാജാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ടാണ്, അല്ലെങ്കിൽ രാജാക്കന്മാരിങ്ങനെ വഴിതെറ്റി പോകുന്നതുകൊണ്ടാണ് ജനവും വഴിതെറ്റിപ്പോകുന്നത്. ജനം ഭയപ്പെട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഭയപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പുതിയ മക്കൾ ജനിക്കുമ്പോൾ ആ മക്കൾ കണ്ടു വളരുന്നത് പിന്നെ ഇതാണ്. അവർക്ക് പിന്നെ രാജാവിനെ പേടിച്ചിട്ടില്ല. ഇതുവരെയും നടന്നുകൊണ്ടിരുന്ന ശീലങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മുമ്പ് ചെയ്ത ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ ഈ 57 വർഷം കൊണ്ട് 1, 2, ചിലപ്പോൾ 3 തലമുറ വരെ അങ്ങനെ വഴിതെറ്റിപ്പോയിട്ടുണ്ടാകാം. രാജാവ് തന്നെ 8 വയസ്സുകാരനായിട്ടാണല്ലോ രാജാവ് തന്നെ അധികാരത്തിൽ. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾ വരെ ഇതിൻ്റെ സത്യമറിയാതെ, യഥാർത്ഥത്തിൽ തങ്ങളുടെ ദൈവമാരെന്നറിയാതെ, കൽപ്പനകൾ എന്തെന്നറിയാതെ അവരുടെ പിതാക്കന്മാർ ചെയ്യുന്ന വഴികളിൽ, അമ്മമാർ ചെയ്യുന്ന വഴികളിൽ അങ്ങനെ പോവുകയാണ്. പക്ഷേ ഇത് രാജാക്കന്മാരാണ് യഥാർത്ഥത്തിൽ തെറ്റി ഈ വഴിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിൻ്റെ വഴികൾ നടക്കണമെന്ന് ആഗ്രഹിക്കുകയും രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുറച്ചെങ്കിലും കാണാതിരിക്കുക, കുറച്ചെങ്കിലും ഉണ്ട്. അപ്പോൾ അവരൊക്കെയും ഇത് സംബന്ധിച്ച് വിഷമിച്ചും നീറിയും പ്രയാസപ്പെട്ടും ഒക്കെ ആയിരിക്കാം ദേശത്തിൽ. പക്ഷെ അവർക്ക് ഇത് പുറത്ത് കാണിക്കാനോ പരസ്യമായിട്ട് യഹോവയുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ആരാധിക്കുവാനോ ഒന്നും അവർക്ക് കഴിയില്ല. ഭവനത്തിലിരുന്നു കൊണ്ട്, അവരുടെ മുറിയിലിരുന്നു കൊണ്ട്, പുറത്താരും കാണാതെ ഈ ദൈവത്തോട് കരയുകയും യാചിക്കുകയും ചെയ്യുന്ന അനവധി പേർ ആ ദേശത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അവർ ഇതൊക്കെയും കാണുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയും അവരും ഈ കൂട്ടത്തിൽ, ജനത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അവരും ഈ നിയമത്തിൽ യോജിക്കുകയാണ്. അപ്പോൾ ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു എന്ന് പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് യോജിച്ചു എന്നുള്ളതാണ്. അവർ ചെയ്യേണ്ടത് എന്താണെന്നുള്ള പ്രായമായ ആൾക്കാർക്ക് അറിയാം. അവരുടെ പിതാക്കന്മാർ ചെയ്തു വന്ന ദൈവത്തിൻ്റെ വഴികൾ നടക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ പുതിയ തലമുറകൾക്കാണ് അറിയാത്തത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെയും ഒരു ട്രാൻസ്ഫോർമേഷനും അവിടെ നടക്കുകയാണ്. അങ്ങനെ ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും 2 തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സകല സൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ആമോൻ അവിടെ ഒരു അശേര പ്രതിഷ്ഠയെ ദേവാലയത്തിനകത്ത് തന്നെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെ സകലവും പുറത്തു കൊണ്ടുപോയി കിദ്രോൻ തോട്ടിൽ കൊണ്ടുപോയി അതിനെ സമീപത്ത് കൊണ്ടുപോയി കത്തിച്ച് ചാമ്പലാക്കി അവിടെ സാമാന്യ ജനത്തിൻ്റെ കല്ലറകളിൽ ചാരം ഇടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കേണ്ടത് തന്നെയാണ് ഈ പുസ്തകം. നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും വളരെയധികം അന്യദേവന്മാരുടെ പേരുകൾ, അവരുടെ പൂജാഗിരികൾ, അതിലെ ബാല്, സൂര്യൻ, ചന്ദ്രൻ, ആകാശത്തിലെ സർവ്വ സൈന്യങ്ങൾ, അശേര പ്രതിഷ്ഠ, സീതോന്യ ദേവന്മാരെ കുറിച്ച് അങ്ങനെ നമുക്ക് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത്രയും, അതുപോലെ ബെൻഹിന്നും താഴ്വരയിൽ ഈ മകനെയോ മകളെയോ
അഗ്നിപ്രവേശം ചെയ്യുന്നത്. അത് മോലേക്കനാണ് ഇത് അഗ്നിപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ആ മോലേക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിനെ അശുദ്ധമാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സൂര്യനെ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങൾ, സൂര്യരഥങ്ങൾ തീയിലിട്ടു. അഹാസിന്റെ മാളികയുടെ മേൽപ്പരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങൾ, മനശ്ശെ യഹോവയുടെ ആലയത്തിൽ 2 പ്രാകാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബലിപീഠങ്ങൾ എല്ലാം കിദ്രോൻ തോട്ടിൽ കൊണ്ട് സമീപത്തുകൊണ്ട് നശിപ്പിക്കുകയാണ്. ഇവിടെ മോവാബ്യരുടെ മ്ലേച്ഛബിംബമായ കേമോഷ്, അമ്മോന്യരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോ, ഇതിനൊക്കെയും പണിഞ്ഞിരുന്ന പൂജാഗിരികൾ എല്ലാം. അതുപോലെ അതിനേക്കാളും പ്രധാനം ആദ്യത്തെ ഇസ്രായേൽ രാജാവ്. അപ്പോൾ അത് ഇസ്രായേലിലാണ്, യഹൂദയിലല്ല. തൊട്ടപ്പുറത്ത് ഇസ്രായേൽ രാജാവ് അവിടെ രാജാവില്ല, അവിടെ അനാഥമായി കിടക്കുകയാണ്. അവിടെ വേണേലും അദ്ദേഹത്തിന് കയറാം. പക്ഷെ അദ്ദേഹം ആ ഇസ്രായേലിലും ഈ പ്രവൃത്തി ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യഹൂദയിൽ മാത്രമല്ല, അവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ രാജാവില്ല. ഒരു രാജാവ് ഇങ്ങോട്ട് എതിർത്ത് വന്ന് എന്താ ഇവിടെ കയറുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പം അവിടെ ചെയ്തത് വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ യൊരോബയാം അവിടെ ബഥേലിൽ സ്ഥാപിച്ചിരുന്ന കാളക്കുട്ടിയെ, ഇതാണ് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് പ്രതിഷ്ഠയെ ഇല്ലാതാക്കി കളഞ്ഞു. അതുപോലെ അശേര പ്രതിഷ്ഠയെ എല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും അത് നശിപ്പിക്കുകയാണ്. വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. നമുക്ക് വിചാരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെയും സംഭവിച്ചിട്ടുണ്ടോ എന്ന്, അവിടെ ഉണ്ടായിരുന്നുവെന്ന്. അതുപോലെ അവിടെ ഒരു കല്ലറ കാണുന്നുണ്ട്, ബഥേലിൽ ഒരു കല്ലറ. അത് പക്ഷേ ഇസ്രായേൽ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ചതാണ്. അവിടെ ഒരു യാഗപീഠം കാണുകയും ഇത് എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് അറിയാവുന്ന ചില ആൾക്കാർ അത് പറയുന്നുണ്ട്. ഇത് ഒരു ദൈവപുരുഷൻ്റെ കല്ലറയാണ്. ഇവിടെ ഇസ്രായേൽ രാജാവിനോട് ചില കാര്യങ്ങൾ അറിയിക്കാൻ വന്ന ദൈവപുരുഷൻ്റെ കല്ലറ, അവൻ മരിച്ചുപോയി, അവനെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ അനക്കണ്ട, ആ അസ്ഥികൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ആ ശമരിയിൽ ആ പ്രവാചകന്റെ അസ്ഥികളെയൊക്കെ നശിപ്പിക്കാതെ അതവിടെ തന്നെ അങ്ങനെ തന്നെ അനക്കാതെ അവിടെ വെച്ചിരുന്നു. ഇത് നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഇങ്ങനെയൊരു ദൈവപുരുഷൻ വരികയും ആ ദൈവപുരുഷൻ ഇവിടെ വന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് പറയുകയും അദ്ദേഹത്തിന് അവിടെ വെച്ച് മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവപുരുഷൻ്റെ പക്ഷേ ഈ ദൈവപുരുഷൻ തന്നെ ഈ യോശിയ രാജാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് മുൻകൂട്ടി പറഞ്ഞ വാക്കുകൾ നമുക്ക് ആ 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ വായിക്കാം. ഈ യോശിയാവ് എന്ന രാജാവ് വരുമെന്നും ആ രാജാവ് ഇവിടുത്തെ ഈ എല്ലാ അന്യ ആരാധനകളെയും എല്ലാം നശിപ്പിച്ച് ഈ ദേശത്തെ ശരിയാക്കും എന്ന്. പക്ഷെ അത് ഓർക്കണം, അത് യഹൂദയിലെ രാജാവാണ് ഇസ്രായേലിൽ വന്നത് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ യഹൂദയിലെ രാജാവ് ഇസ്രായേലിൽ ഇത് പറഞ്ഞെങ്കിൽ ഇസ്രായേലിൽ നിന്ന് രാജാവുള്ള കാലത്താണ്, ശമരിയിൽ രാജാവുള്ള കാലത്താണ് ഇത് പറയുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിദൂര കാലത്തേക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അതുപോലെ സംഭവിക്കുന്നതും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് നമ്മളും ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഈ ദൈവത്തിൻ്റെ പ്രവർത്തികളെ, ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കി ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും കൂടുതൽ ദൈവത്തിങ്കിലേക്ക് നമ്മളോരോരുത്തരും, ഈ വായനക്കാരായ നമ്മളോരോരുത്തരും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ് രാജാവ് ജനത്തോടും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമപ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കാൻ പറയും. അപ്പോൾ പെസഹ ആചരിച്ചിട്ട് എത്ര കാലമായെന്ന് അവിടെ എഴുതി, ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്ക് തന്നെ ഇങ്ങനൊരു പെസഹ ആചരിച്ചിട്ടില്ല. അപ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു പെസഹ ഇവിടെ ആചരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെ. അപ്പം ഈ പണ്ട് രാജ്യം വിഭജിക്കാതിരുന്ന അവിഭക്ത ഇസ്രായേലിലും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ കാലം ന്യായാധിപന്മാരുടെ കാലത്ത് ഈ രാജ്യം രണ്ടും കൂടെ ഒന്നായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ദാവീദിന്റെ കാലത്തും ശലോമോന്റെ കാലത്തും ഈ രാജ്യം ഒറ്റ രാജ്യം, 12 ഗോത്രങ്ങളും ചേർത്ത് ഒറ്റ രാജ്യമായിരുന്നു. അതിനുശേഷമാണ് രാജ്യം രണ്ടാമതെന്ന്. അപ്പോൾ ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് പെസഹ ആചരിച്ചു.
ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരൂശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ, ഇത് തന്നെയാണല്ലോ നമ്മൾ ആവർത്തന പുസ്തകത്തിലൊക്കെയും വായിക്കുന്നത്. നീ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ തന്നെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അതുപോലെ ചെയ്ത ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ന്യായപ്രമാണമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല എന്നാണ് യോശിയ രാജാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. എങ്കിലും മനുഷ്യ യഹോവയെ കോപിപ്പിച്ച സകല കോപവും നിമിത്തം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതാണല്ലോ 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വായിച്ചത്. ഞാൻ ഈ ദേശത്തിന് വരുന്ന അനർത്ഥമൊന്നും നീ കാണുകയില്ല, നിന്റെ കാലത്ത് ഞാനത് ചെയ്യുകയില്ല. പക്ഷെ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഉറപ്പ്. അത് 23-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. ഞാൻ ഈ ദേശത്ത് ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ അതുപോലെ ഈ യഹൂദ ദേശത്തെയും നീക്കിക്കളയും എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യെഹോവാഹാസിനെ രാജാവായി കൊണ്ടുവന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ യെഹോവാഹാസ് 23 വയസ്സായപ്പോഴായവണ് രാജാവായത്. വെറും 3 മാസമേ യെരൂശലേമിൽ വാഴാൻ കഴിഞ്ഞുള്ളൂ. അവിടെ ഫറവോൻ നെഖോ വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി അവിടെ പോയിട്ട് അവിടെയാണ് അദ്ദേഹം മരിക്കുന്നത്, മിസ്രൈമിൽ. ഈ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ യെഹോവാഹാസിന് പകരം യോശിയാവിൻ്റെ മറ്റൊരു മകനായ എല്യാക്കീമിനെ രാജാവാക്കി. എന്നിട്ട് ആ എല്യാക്കീമിന് യഹോയാക്കീം എന്ന് പേരും ആക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെ ഇവിടെ തന്നെ വായിക്കുന്നത് ഈ യഹോവാസിന് വാഴ്ച തുടങ്ങിയപ്പോൾ ഒരു 23 വയസ്സ്. എൻ്റെ അമ്മയുടെ പേര് വായിക്കുന്നത് ഹമുദൽ എന്നാണ് പേർ. എന്നാൽ ഈ എല്യാക്കീമിനെ വായിക്കുമ്പോൾ എല്യാക്കീമിൻ്റെ അമ്മയെ അങ്ങനെയല്ല വായിക്കുന്നത്. യഹോയാക്കീമിൻ്റെ അമ്മയുടെ പേര് വായിക്കുന്നത് ഒരേ അപ്പൻ്റെ 2 മക്കളായിരിക്കുന്ന യഹോവാസിൻ്റെ അമ്മയുടെ പേര് ഹമുദൽ എന്നാണ്. എന്നാൽ യഹോയാക്കീമിൻ്റെ അമ്മയുടെ പേര് എഴുതിയിരിക്കുന്നത് സെബീദ എന്നാണ്. അപ്പോൾ 2 അമ്മമാരുടെ അപ്പനൊന്നും 2 അമ്മമാരും. അപ്പം ഒരു ഭാര്യ അല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നു, പല ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ യോശിയാവിൻ്റെ ഒരു ഭാര്യയുടെ മകനാണ് യഹോവാഹാസ്. മറ്റൊരു ഭാര്യയുടെ മകനാണ് ഈ എല്യാക്കീം എന്ന് പേരുള്ള യഹോയാക്കീം എന്ന് പേര് മാറ്റിയ ആ മകൻ എന്നുള്ളത് നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നുള്ള. അപ്പോൾ ഈ ദേശത്ത് എന്തുകൊണ്ടാണ് അനർത്ഥം വരുത്തു എന്ന് ദൈവം പറയുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം ഇതാണ്. ഈ യോശിയ രാജാവ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. യോശിയ രാജാവ് ഇത്ര വർഷം 30 എത്രയോ വർഷം അവിടെ രാജാവായി വാഴുകയാണ്. ആ വാഴുന്ന കാലം 31 വർഷം. ആ 31 വർഷം ശേഷം വരുന്ന രാജാക്കന്മാർ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയില്ല. ഇത് നേരത്തെ ആമോൻ്റെ കാലത്തും അതിനു മുമ്പ് മനുഷ്യയുടെ കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ മ്ലേച്ഛതകൾ ഈ ദേശത്ത് സംഭവിക്കും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം ഈ ദേശത്തെ നശിപ്പിക്കും, യഹൂദയെ ഇസ്രായേലിനെ പോലെ ആക്കും എന്ന് പറഞ്ഞത് ഈ നല്ല രാജാവായിരിക്കുന്ന ഏറ്റവും നല്ല രാജാവ്, അതുപോലെ രാജാവ് മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ രാജാവിൻ്റെ കാലത്ത് തന്നെ ഈ യഹൂദയെ നശിപ്പിക്കുമെന്ന് പറയുന്ന കാര്യം വീണ്ടും പറയുന്നതിന് പിന്നീടുള്ള സത്യം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ദൈവത്തിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഈ ദേശത്ത് നടക്കാനിരിക്കുന്ന മ്ലേച്ഛതകളെ സംബന്ധിച്ച് വ്യക്തമായ അറിവുള്ളത് കൊണ്ട് തന്നെയാണെന്ന് കൂടി നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. 2ാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം. ദൈവം യെഹെസ്കേൽ പ്രവചനോട് പറയുന്നതാണ്, പ്രവാസത്തിലായിരിക്കുന്ന നീ, കൽദേ ദേശത്തായിരിക്കുന്ന നീ ഇന്ന് പ്രവാസികളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. പറയും, നീ മത്സരഗ്രഹത്തിൻ്റെ നടുവിലാണ് പാർക്കുന്നത്. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല, അവർ മത്സരഗ്രഹമല്ലോ. നീ അവർ കാണുക ഒരു കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. പകൽ സമയത്ത് അവർ കാണുക പുറപ്പെടുക, അവർ കാണുക നിന്റെ സ്ഥലം വിട്ട്, അതായത് ഒരു യാത്രാക്കോപ്പൊക്കെ എടുത്ത് നീ പകൽ സമയത്ത് ഒരു പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണമെന്നാണ് കാണുന്നത്. അപ്പോൾ വൈകുന്നേരത്ത് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സന്ധ്യാസമയത്ത് അവർ കാണുക നീ ഒരു പ്രവാസത്തിലേക്ക് പോകുന്ന ഒരാളിനെ പോലെ പോകണം. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ?
മതിൽ കുത്തിരുത്തുന്നു, അതിൽ കൂടി പുറത്ത് കൊണ്ടുപോകണം. മതിൽ കുത്തിത്തീർക്കണം, അതവർ കാണണം. അത് അതിൻ്റെ ആ മതിൽ കുത്തിത്തുരന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നീ പോകണം. എന്നിട്ട് നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളണം. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ യാത്ര ചെയ്ത് അദ്ദേഹം യാത്രക്കോപ്പ് പോലെ എൻ്റെ സാമാനമൊക്കെയും പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു. വൈകുന്നേരത്ത് ആ ജനം കാണുക ഇരുട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു ഈ പറഞ്ഞ പോലെ ഇത് തുറന്ന് പോവുകയാണ്. ഇതൊരു അടയാളമായിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ യഹൂദായിൽ നിന്ന് സർവരും കൽദയ ദേശത്തേക്ക് പ്രവാസത്തിന് വന്നിട്ടില്ല. യഹോയാക്കീം രാജാവിൻ്റെ കാലത്ത്, അത് കഴിഞ്ഞ് യഹോയാക്കീൻ്റെ കാലത്ത്, നമ്മളത് വായിക്കുന്നുണ്ട്. യഹോയാക്കീൻ്റെ 5-ാം വർഷത്തിൽ, അതിന് തുടർന്നുള്ള ആ സമയത്തൊക്കെയാണ് ഇത് പറയുന്നത്. ഇനി സിദക്യാവ് എന്ന് പറയുന്ന രാജാവ് യഹോയാക്കീന് ശേഷം അവിടെ വാഴുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ മ്ലേച്ഛതകളൊക്കെയും കൊണ്ടുപോയി ദർശനത്തിൽ എസ്കേൽ പ്രവാചകനെ കാണിച്ചത്. അപ്പം അവിടെ നിങ്ങൾ പുറപ്പെട്ട് വന്നതിനേക്കാളും വലിയ മ്ലേച്ഛതകൾ അവിടെ നടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ ദേശത്തിന് അനർത്ഥം വരുത്തും എന്നാണ് എസ്കേൽ പ്രവാചകൻ ദർശനത്തിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഇനി ഒരു രാജാവ് അവിടുന്ന് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ജനം, ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം അവിടുന്ന് പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ട് വരേണ്ടതുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു അടയാളമാകുന്നു എന്ന് നീ പറയുക. അതുപോലെ പറയുകയാണ്, ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും. ഞാൻ എന്താണ് ചെയ്തത്? ഇവിടെ മതിൽ തുരന്നു, ആ മതിൽ കൂടെ രാത്രിയിൽ പുറത്തേക്ക് വന്നു. ഇത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവസാനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതിന് നമുക്ക് ഇപ്പോൾ വായിച്ചു വരികയാണല്ലോ, തുടർന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഈ സിദക്യാവ് അവിടുത്തെ കൽദയർ വരുമ്പോൾ കൽദയറുടെ കൂടെ പ്രവാസത്തിന് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കുമെന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ അത് ചെയ്യുന്നില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വായിക്കാം. അത് ചെയ്യുന്നില്ല. രാജാവ് എന്ത് ചെയ്യും? രാജാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് രാത്രി ഇവിടെ ഈ എസ്കേൽ പ്രവാചകൻ കാണിച്ച മാതൃക പോലെ തന്നെ അവിടെ ചെയ്യുകയാണ്. ഇതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അവിടെ ചെയ്യുമ്പോൾ അതറിഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തെ ഈ സ്ഥലത്തേക്ക്, ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഈ പറഞ്ഞ കൽദയ ദേശത്തേക്ക് അല്ലെങ്കിൽ ബാബേൽ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് സിദക്യാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും അദ്ദേഹം കാണുക അദ്ദേഹത്തിൻ്റെ മക്കളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ കാണിച്ചതുപോലെ അവർക്ക് ഭവിക്കും. അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ ഇടയിലുള്ള പ്രഭു എന്ന് പറയുന്ന സിദക്യാവാണ്. അത് സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യമാണ്. യെരൂശലേമിൽ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യം. ഇരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും. അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തി തുറക്കും. കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും. ഞാൻ എൻ്റെ വല അവൻ്റെ മേൽ വീശും. അതാണ് ദൈവത്തിൻ്റെ വല. ആ ദൈവത്തിൻ്റെ വല എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് അവനെ പിടിക്കുമെന്നുള്ളതാണ്. രാജാവിൻ്റെ പടയാളികൾ അവൻ്റെ മേൽ വരും, അവൻ എൻ്റെ കെണിയിലകപ്പെടും. അപ്പം ദൈവമാണ് അതിന് ഒരുക്കുന്നത്, ബാബേൽ രാജാവിനെ അയക്കുന്നതും ബാബേൽ രാജാവിനെ കൊണ്ട് പിടിക്കപ്പെടുന്നതും. അവനെ കൽദയ ദേശത്ത് ബാബേലിലേക്ക് കൊണ്ടുപോകും. എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും. അവൻ്റെ ചുറ്റുമുള്ള, കാണാതെ എന്ന് പറയുമ്പം എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണല്ലോ. അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പ്രവാസത്തിലിരിക്കുമ്പോൾ തന്നെ ആ പ്രവാസദേശം വിട്ടുപോകുന്ന യഹൂദയിൽ, യെരൂശലേമിൽ രാജാവിന് സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ വെച്ച് ഈ ദർശനം അല്ലെങ്കിൽ ഈ ഒരു അടയാളം, ഈ ഒരു കാഴ്ച ജനത്തിനെ എസ്കേൽ പ്രവാചകൻ മുഖാന്തരം എസ്കേൽ പ്രവാചകനെ കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ആ രാജാവിൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രവൃത്തി ദൈവം അവരെ കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ശേഷിച്ചിരിക്കുന്ന കുറച്ച് ജനമുണ്ട്. എല്ലാവരും ഇങ്ങനെ വരുന്നില്ലല്ലോ. കുറേ ആൾക്കാരെ അവിടെ ആക്കുന്നുണ്ട്. ബാക്കിയുള്ള മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ കുറേ ആൾക്കാരെയൊക്കെ ആക്കുന്നുണ്ട്. ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ, ക്ഷാമം, മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. അപ്പോൾ അത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ അറിയുന്നത്. അതിനുശേഷം പറയുന്ന അതിൻ്റെ പാരഗ്രാഫിൽ, അവരുടെ ദേശം അതിൻ്റെ സകല നിവാസികളോടും സാഹസം നിമിത്തം അതിൻ്റെ നിറവോടും കൂടെ ശൂന്യമായി പോകുന്നത് കൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും. ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവുമായി തീരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അപ്പോൾ അവിടെ ഈ പറയുന്ന യെരൂശലേമിൽ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യമാണ്. അത് സ്തംഭനത്തിനും ഒക്കെ ഇടയാകും. അവിടെ ജനപുഷ്ടി ഉണ്ടായിരുന്ന പട്ടണം ശൂന്യമായി തീരുമെന്ന്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇവിടെ പിന്നെ വേറൊരു കാര്യം അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ലുണ്ട്.
ആ പഴഞ്ചൊല്ല് മാറാൻ പോവുകയാണ്. ആ പഴഞ്ചൊല്ല് ഞാൻ നിർത്തലാക്കും. എന്താണ്? നേരത്തെ കണ്ട ദർശനമൊക്കെ നടക്കില്ല, അത് കാലങ്ങൾ ഒരുപാട് നീണ്ടുപോകും, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിർത്തലാക്കപ്പെടുന്നത്? നിങ്ങൾ ആ ദർശനങ്ങൾ കാണും, മുമ്പ് പറഞ്ഞു കേട്ട ദർശനങ്ങൾ സംഭവിക്കും. യിരെമ്യാ പ്രവാചകനിലൂടെ ദീർഘമായ കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ പിന്നെയും പറയത്തില്ല ദർശനമൊക്കെ നടക്കില്ല, ദർശനം നീണ്ടുപോകും, അത് നടക്കാൻ സാധ്യതയില്ലാത്ത ദർശനമാണെന്ന് പറയില്ല. കാരണം അത് അവരുടെ കണ്ണിന് മുമ്പിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഈ ഒരു പഴഞ്ചൊല്ലി ഞാൻ നിർത്തലാക്കുമെന്ന് പറയുന്നത്. കാലവും കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നുവെന്ന് അവരോട് പ്രസ്താവിക്കാം. ഇസ്രായേൽ ഗ്രഹത്തിൽ ഇനി മിഥ്യാദർശനവും, അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥ യിരെമ്യാ പ്രവാചകനിലൂടെ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വേറെ പുരോഹിതന്മാരുണ്ട്, പ്രവാചകന്മാർ. അവർ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല, യിരെമ്യാ പറയുന്നതൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. അവിടെ അവർ മിഥ്യാദർശനമാണ് ചെയ്യുന്നത്. വ്യാജ പ്രശ്നമാണ് അവർ പറഞ്ഞ് ദൈവത്തെ വഴിതെറ്റിക്കുന്നത്. അത് താമസിയാതെ നിവൃത്തിയാകും എന്നാണ് ദൈവം വീണ്ടും ഇവിടെ പറയുന്നത്. എസ്കേൽ പ്രവാചകനിലൂടെ പറയും, മത്സരഗ്രഹമേ, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ ഈ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ യിരെമ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ച വചനങ്ങളൊക്കെ യിരെമ്യാ പ്രവാചകന്റെ കാലത്തും ഈ ജനം പ്രവാസത്തിലായിരിക്കുന്ന ഈ ജനത്തിന്റെ കാലത്തും തന്നെ അത് സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതങ്ങനെ നിവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകുക. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്, ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകും. അപ്പം ഇതും മറ്റൊരു പ്രവചനമാണ്, മറ്റൊരു ദൈവത്തിൻ്റെ അരുളപ്പാട്. നേരത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയുകയാണ്, അത് ജനം വിശ്വസിക്കുന്നില്ല. അവർ പറയാനേ ചുമ്മാതാണ്, കാലങ്ങൾ കഴിഞ്ഞ് നടക്കാണ്ടിരിക്കുക, സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ വീണ്ടും പറയുകയാണ് ഈ വചനങ്ങളിൽ ഒന്നും താമസിക്കില്ല അത് പറയാൻ. അപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സമയത്ത് തന്നെ നടക്കും, അത് താമസിക്കില്ല എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ജനവും അതെടുക്കുന്നത്, ചുമ്മാ പറയുകയാണ് എന്നുള്ളതാണ്. അപ്പം അതാണ് ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ഇതിനെ സംബന്ധിച്ച്. പക്ഷെ ദൈവം ഒരു കാര്യവും പിന്നത്തേക്ക് വെക്കുന്നില്ല, സമയത്ത് കാര്യങ്ങൾ അറിയിക്കുകയും ഈ നമ്മൾ അബ്രഹാമിൻ്റെ കാലത്ത് പറയുന്നത്, ഞാൻ അബ്രഹാമിനോട് അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുകയില്ല എന്നുള്ളത്. അപ്പോൾ അബ്രഹാമിനോട് അറിയിക്കാതെ ചെയ്യുകയില്ല എന്ന് പറയുന്നത് അബ്രഹാമിനോട് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിനോട് തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ അറിയിക്കാതെ പ്രവാചകന്മാർ മുഖാന്തരമോ അല്ലെങ്കിൽ ദൈവപുരുഷന്മാർ മുഖാന്തരമോ ഒക്കെയും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് അവർക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് തന്നെയാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുള്ളത്. നമുക്ക് പുസ്തകത്തിൽ ഉടനീളം വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ദൈവം നേരത്തെ തന്നെ അറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ദോഷങ്ങൾ നിങ്ങൾ വിട്ടുതിരിഞ്ഞു പോവാ, നിങ്ങൾ മനം തിരിഞ്ഞു വരണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ദൈവം പറയുന്ന ഭാഗങ്ങൾ യിരെമ്യാ പ്രവാചകനിലുമുണ്ട്. അപ്പം അങ്ങനെ മടങ്ങി വരാനുള്ളൊരു അവസരം ഈ മനുഷ്യരിലൂടെ, ദൈവത്തിൻ്റെ പുരുഷന്മാരിലൂടെ ദൈവം ജനത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു കേൾക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം അനീതി ചെയ്യുന്നില്ല, നീതിയോടെ തന്നെ ഈ ജനം ദൈവത്തെ അന്വേഷിച്ച് നടക്കണമെന്ന് പറയുമ്പോൾ, അവർ ദൈവത്തെ അന്വേഷിച്ച് നടക്കാതിരിക്കുമ്പോൾ അവർ ന്യായാധിപന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ എഴുന്നേൽപ്പിച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷവും അതിൽ തന്നെ തുടരുകയാണെങ്കിൽ മാത്രമേ ദൈവം ശിക്ഷ അയക്കുന്നുള്ളൂ എന്നുള്ള വളരെ നീതിപൂർവമായ പ്രവൃത്തി, വർത്തമാനം ഒക്കെയും അരുളപ്പാട് ദൈവം ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ദൈവമാണ് ദൈവം, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് തന്നെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായമാണ് 3-ാമത്തെ വായനയായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ കാണുന്ന യേശുക്രിസ്തു പലയിടത്തും സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ കൂടെ ഒരു ആൾക്കാർ ഇച്ചിരി ഉണ്ട്. അത് യേശുക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ട്, സൗഖ്യം പ്രാപിച്ച ചില സ്ത്രീകളുണ്ട്, മഗ്ദലനക്കാരത്തി മറിയയുണ്ട്, പിന്നെ ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയുണ്ട്, പിന്നെ ശൂശന്നയുണ്ട്. അവരെ കൂടാഞ്ഞിട്ട് തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട്, അതായത് അത്യാവശ്യം സമ്പത്തുള്ള ആൾക്കാർ, സ്ത്രീകൾ, വസ്തുവകകൾ കൊണ്ട് യേശുക്രിസ്തുവിനും കൂടെയുള്ളവർക്കുമൊക്കെ ശുശ്രൂഷ ചെയ്തു പോകുന്ന കുറച്ച് സ്ത്രീകളും ഉണ്ട്. അവരെല്ലാം കൂടുന്നുണ്ട്. എന്നിട്ട് പുരുഷാരത്തിൽ നിന്ന് ഒരു വലിയൊരു പുരുഷാരം പലയിടത്തുനിന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടും. അവർ വന്നുകൂടിയപ്പോൾ അവർക്കൊരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഉപദേശം പറയുകയാണ്. അതൊരു വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. ആ വിത്ത് വിതയ്ക്കുന്നവൻ അവിടെ ഉണ്ട്, വിത്തുണ്ട്, വിത്ത് വീഴുന്ന പ്രദേശങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പറയാണ്, ആ വിത്തും കൊണ്ട് പോകുമ്പോഴത്തെ ചിലത്
വഴിയരികെ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. അപ്പോൾ ഓരോ സ്ഥലത്ത് വീഴുന്നതിനും പ്രത്യേകം പ്രശ്നങ്ങളാണ് ആ വിത്തുകൾക്കുണ്ടാകുന്നത്. എന്നാൽ അവസാനം അത് നല്ല നിലത്ത് വീണത് 100 മേനി ഫലം കൊടുത്തു, ബാക്കിയെല്ലാം നശിച്ചു പോയി എന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, നീ എന്താണ് ഉപമയാൽ സംസാരിക്കുന്നത്? ഇവിടെ അങ്ങനെ ചോദിക്കുന്നില്ല, ഉപമ എന്തെന്നേ ചോദിക്കുന്നുള്ളൂ. എന്നാൽ ഇതേ ഭാഗം വേറെ സുവിശേഷത്തിൽ നീ എന്താണ് ഉപമയാൽ സംസാരിക്കുന്നത്, ആ ഉപമ എന്താണെന്നൊക്കെയും 2 കാര്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്, ശേഷമുള്ളവർക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് ഉപമകളിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പം കേട്ടിട്ട് ഗ്രഹിക്കാതെ ഇരിക്കുന്ന, കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളോടാണ് ഉപമയോട് സംസാരിക്കുന്നത്. അവർ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞ ഉപമയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അതിൽ വഴിയരികെ വീണുപോയ വിത്ത് എന്ന് പറയുന്നത് കേൾക്കുന്നവരാണ്. കേൾക്കുന്നവർ, എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ അവരിൽ നിന്ന് പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നതനുസരിച്ചാണ്. രണ്ടാമത് പാറപ്പുറത്ത് വീണ് മുളച്ചു വന്നു, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോയത് എന്താണെന്ന് ചോദിക്കുന്നത്. അത് വചനം കേൾക്കുന്നു, സന്തോഷത്തോടെ കേൾക്കുന്നു, എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കും, പരീക്ഷ ഒക്കെ വരുമ്പോൾ അവർ പിൻവാങ്ങിപ്പോവും. മുള്ളിനിടയിൽ വീണതിനെക്കുറിച്ച് പറയുന്നത്, അവർ ലോകത്തിൻ്റെ ചിന്തയാലും ധനത്താലും, അതിനെയാണ് മുള്ളിനോട് ഉപമിച്ചിരിക്കുന്നത്. ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും, അപ്പം ലോകത്തിൻ്റെ പലവിധ കാര്യങ്ങളല്ല, അതിനെയാണ് മുള്ളെന്ന് പറയുന്നത്. അത് ഉള്ളതുകൊണ്ട് വചനം കേൾക്കുന്ന ഒരു മനുഷ്യനിൽ അത് ഫലം കൊടുക്കുന്നില്ല. അതിനെ മറ്റു പല കാര്യങ്ങളും ഞെരുക്കിക്കളയുന്നു. അതായത് വചനത്തിനേക്കാളും ദൈവത്തിൻ്റെ കാര്യത്തെക്കാളും താല്പര്യം ലോകപരമായ കാര്യങ്ങൾ, അതുകൊണ്ട് അതും ഫലം കൊടുക്കുന്നില്ല. ഇത് 4-ാമത്തേതാണ് പറയുന്നത്, നല്ല മണ്ണിലുള്ളതോ, വചനം കേട്ടിട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാണ് ഈ നല്ല മണ്ണിൽ വീണ് 100% അല്ലെങ്കിൽ 100 മേനി, ശതമാനമല്ല 100 മേനി വിളവ് കൊടുക്കുന്നവരെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ വചനത്തെ വിത്തിനോടും ദൈവത്തെ ഈ വചനം വിതയ്ക്കുന്ന ആളിനോടും വീണ സ്ഥലങ്ങൾ അത് കേട്ട മനുഷ്യരോടും ഉപമിക്കുന്ന ഒരു ഉപമയാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ഫലം കൊടുക്കുക എന്നുള്ളത്, നമ്മൾ ഫലം കൊടുക്കാനാണെങ്കിൽ, നമ്മൾ ഫലം കൊടുക്കുന്നവരാണെങ്കിൽ നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കി. ഇപ്പോൾ ഈ കേൾക്കുന്നതും ഒക്കെ അതാണല്ലോ, നമ്മൾ കേൾക്കുന്നു, അത് ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു, ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് കരുണ കാണിക്കാനും, ഇതെല്ലാം നമ്മുടെ സഹജീവികളോടാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും. അത് കഴിഞ്ഞിട്ട് ക്രിസ്തു പറയുന്നത്, വിളക്ക് കത്തിച്ചിട്ട് ആരും പാത്രം കൊണ്ട് മൂടുക, കട്ടിലിൻ്റെ കീഴെ കൊണ്ട് വെക്കത്തില്ലല്ലോ. അപ്പോൾ വെളിച്ചം കാണേണ്ടതിനാണ് അത് ഉയർന്ന സ്ഥലത്താണ് വെക്കുന്നത്, നല്ല തണ്ടിന്മേലാണ് വെക്കുന്നത്. എന്നിട്ട് പറയാണ്ട്, വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യവും എന്നും മറവായിരിക്കില്ല, ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ പുറത്തു വരും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളാണല്ലോ. എന്നും ഇപ്പം അഴിമതിയൊക്കെ ചെയ്ത് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ അതെല്ലാം മൂടി വെച്ച് ഇരിക്കുകയാണ്, അധികാരമുള്ളതുകൊണ്ട് അതൊക്കെ മൂടി വെച്ചിരിക്കുന്നത്. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ പണ്ടുകൊണ്ട് ചെയ്ത പല അഴിമതികളും ദ്രോഹങ്ങളും കുറ്റങ്ങളും ഒക്കെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അറിയുന്നവരാണ്. അതുകൊണ്ട് ഇവിടെയും വചനം പറയുന്ന ഒരു കാര്യം അങ്ങനെ എല്ലാ കാലത്തും ഒളിച്ചു വെക്കാനോ ഒളിഞ്ഞിരിക്കാനോ കഴിയില്ല. അത് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉള്ളവന് ഏവനും ലഭിക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നതും കൂടെ ഇല്ലാതായിപ്പോവും. അപ്പം എന്തെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് വിശ്വാസം ഉള്ളവനാണ് വിശ്വാസം വർദ്ധിക്കുക. നമുക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ നല്ല സ്വഭാവങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതൊന്നുമില്ല, വിശ്വാസവും ഇല്ല, ദൈവമുണ്ടെന്നും അറിവുമില്ല, അങ്ങനെ ആയിരിക്കുന്നവർക്ക് ഒന്ന് വർദ്ധിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാനൊക്കെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളതും കൂടെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ഇത് വചനം പറയുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് പരിശോധിച്ചാൽ ഇത് ശരിയാണെന്ന് തോന്നുകയും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ യേശുക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ വരുമ്പോൾ, ഇത് അമ്മയും സഹോദരന്മാർ വന്നിരിക്കുന്നു പറയുമ്പം, എൻ്റെ അമ്മയും സഹോദരന്മാരാരാണ്? ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനും അമ്മയും ഒക്കെ എന്ന് പറയുന്നത്
എൻ്റെ വചനം കേട്ടത് പ്രമാണിക്കുന്നവരാണ്. അപ്പോൾ അവിടെ ഒരിക്കലും യേശുവിൻ്റെ അമ്മയോ തൻ്റെ സഹോദരങ്ങളെ തള്ളിക്കളഞ്ഞിട്ടല്ല യേശു ക്രിസ്തു പറയുന്നുണ്ട്. അതിനേക്കാളും ഒരു വിശാലമായ അർത്ഥത്തിലാണ്. ആ അർത്ഥം നമ്മളിലേക്ക് വരെ നീളുന്നതാണ്. നമ്മളിലേക്ക് വരെ നീളുക എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിൻ്റെ സഹോദരനാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിൻ്റെ സഹോദരൻ എനിക്ക് പറയാനൊക്കുള്ളൂ. ഒരുവൻ സഹോദരനാകുന്നത് എങ്ങനെയാണ്? അവൻ്റെ അപ്പനും അമ്മയും ഒരാളായിരിക്കുമ്പോഴാണ് രണ്ടു പേർ തമ്മിൽ സഹോദരനോ സഹോദരിയാകുക. അപ്പം ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ ആയിരുന്നാൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ മകനായിരിക്കുന്ന ക്രിസ്തുവുമായിട്ട് എനിക്ക് സഹോദര ബന്ധം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. അങ്ങനെയാണ് ക്രിസ്തുവിനെ സഹോദരനായി മാറുക. അല്ലാത്തൊരിക്കലും ഇവിടെ ഈ പറയുന്ന പോലെ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരായാൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായി തീരുകയുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു സഹോദരനാകാനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള അവസരം ഭൂമിയിൽ ഇന്നും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വചനം അന്ന് പറഞ്ഞത് എത്രയോ നൂറ്റാണ്ടുകളിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വചനമായി, ഒരു ഉപദേശമായി, ഒരു അറിയിപ്പായി, ഒരു ക്ഷണമായി അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അതാണ് അന്ന് പറഞ്ഞ വചനത്തിൻ്റെ പൊരുൾ. അതൊരു വലിയ ആശയമാണ്. ക്രിസ്തു പിന്നെ ഒരു ദിവസം പടകിൽ വള്ളത്തിൽ കയറി പോകുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം വലിയ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായി. അവരാകെ പേടിച്ചു പോയി. യേശുക്രിസ്തുവിനെ ഉയർത്തി. യേശുക്രിസ്തു അതിനോട് കൽപ്പിച്ചു. അതെല്ലാം നിന്നുപോയി. അപ്പോൾ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഗന്നസരത്ത് ദേശത്ത് എത്തുകയും അവിടെ വളരെ കാലമായിട്ട് ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ, രോഗത്തിലായിരുന്നൊരു മനുഷ്യൻ അവർക്കെതിരെ വരികയും വളരെ കാലങ്ങളായിട്ട് വസ്ത്രം ധരിക്കത്തില്ല, ശവക്കല്ലുകളുടെ പാർപ്പ്, വീട്ടിൽ പോകത്തില്ല, പിന്നെ അവന് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നാലും ചങ്ങലയെല്ലാം പൊട്ടിച്ച് കളയും, കാടുകളിലൊക്കെ പോയി കാടായ വിജനമായ പ്രദേശങ്ങളിലും കാട്ടിലൊക്കെ പോകും, തിരിച്ചു വരും. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവനോട് യേശുക്രിസ്തു അവനിലെ രോഗത്തെ അല്ലെങ്കിൽ ഭൂതത്തെ ശാസിച്ചു. അപ്പം ആ മനുഷ്യൻ പറയുകയാണ്, യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. പല ജ്ഞാനികൾക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഈ ലോകത്തിലെ വളരെ പ്രസിദ്ധരായ ജ്ഞാനികൾക്കൊന്നും മനസ്സിലാകാത്ത, ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ബൈബിൾ കൊണ്ടു കിടക്കുന്നവർ പോലും ചിലപ്പോൾ വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് ഈ രോഗിയായിട്ടും അല്ലെങ്കിൽ ഭൂതഗ്രസ്തനായിട്ടും ഒക്കെ കാണുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നത് യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്നുള്ളത്. എന്നിട്ട് അവിടെ പറയുന്ന കാര്യം, ഞാനും നീയും തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഈ അശുദ്ധാത്മാവ് അതിനെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നതിന് ശേഷം അത് പറയുകയാണ്. അപ്പം ചോദിച്ചു, നീ ആരാണ്? ഞാൻ അനേകം ഭൂതങ്ങൾ ബാധിച്ചിരുന്നുള്ള അർത്ഥത്തിൽ ലഗ്യോൻ, ഒരു 2000-ൻ്റെ കണക്കാണ്. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളത്തിലെ ഒരു എന്താ പറയുക പ്ലറ്റൂണിൻ്റെ ഒക്കെ ഒരു എണ്ണത്തെയാണ് പറയുന്നത്. 2000, ഏകദേശം 2000 വരും. അപ്പോൾ ഞാൻ ലഗ്യോൻ എന്ന് പറയുകയാണ്. പാതാളത്തിലോട്ട് പോകാൻ എന്നോട് കൽപ്പിക്കരുത്. മലയിൽ പന്നിക്കൂട്ടത്തിന് പോകാൻ അനുവാദം തരണം. ശരി, നീ പന്നിക്കൂട്ടത്തേക്ക് പോക്കോ. അപ്പം അവനിലുണ്ടായിരുന്ന ആ പ്രശ്നം അല്ലെങ്കിൽ ആ അവസ്ഥ നേരെ അവിടെ ഉണ്ടായിരുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് കടന്നു. ആ പന്നിക്കൂട്ടം എല്ലാം കൂടെ വിയർപ്പ് മുട്ടി ഓടിച്ചെന്ന് വെള്ളത്തിൽ ചാടി അതെല്ലാം ചത്തുപോയി. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ എല്ലാവരും ഓടി. ഇതെല്ലാം പന്നികൾ ആരുടെയെങ്കിലും സ്വന്തമാണല്ലോ, പന്നിക്ക് ഉടമസ്ഥന്മാരുണ്ട്. പന്നി ആളില്ലാതെ നടക്കുന്ന പന്നിയല്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോയത് കണ്ടിട്ട് അവരെല്ലാം വലിയ പ്രയാസത്തിലായി. അവർ വന്നപ്പം ഈ ഭൂതം ബാധിച്ചവൻ സുബോധം കൊണ്ട് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദരനായിട്ടിരിക്കുന്ന കണ്ടു. അപ്പം എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചത്, ഈ സൗഖ്യം ഉണ്ടായതെന്ന് ചോദിച്ചു. ആ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞു. ജനമെല്ലാം വന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടൊന്ന് പോകണം. അപ്പോൾ ഈ സ്വന്തം പന്നികളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്, ഞങ്ങളെ വിട്ടു പോകണം എന്ന് പറഞ്ഞു. ക്രിസ്തു അവിടെ വിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അത് എന്നിട്ട് ഇയാളോട് പറഞ്ഞു, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തതല്ല, ഒരിക്കലും യേശുക്രിസ്തു ദൈവമെന്ന് തന്നെക്കുറിച്ച് പറഞ്ഞതുമല്ല, തന്നിലൂടെ ദൈവം ചെയ്ത കാര്യമാണെന്നുള്ള ബോധ്യത്തിലാണ് അത് പറയുന്നത്. നമ്മൾ വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദൈവം നിനക്ക് ചെയ്തു എന്ന് പറഞ്ഞവ യേശുക്രിസ്തു എന്ന ദൈവം നിനക്ക് ചെയ്തു എന്നർത്ഥമല്ല അവിടെ.
ഇത് ദൈവമാണ് നിനക്ക് ചെയ്തു തന്നത്, അത് നീ നിൻ്റെ വീട്ടിൽ പോയി പറ എന്ന് പറഞ്ഞു. അവൻ പോയി യേശു ചെയ്തതൊക്കെ പോയി പട്ടണത്തിൻ്റെ എല്ലാവരോടും അറിയിച്ചു എന്നാണ് വായിക്കുന്നത്. പിന്നെ യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പള്ളിപ്രമാണിയായ ഒരു യായിറോസ് യേശുവിൻ്റെ കന്ന് കാൽക്കൽ വീണിട്ട് തൻ്റെ മകൾ മരിപ്പാറായതുകൊണ്ട് വീട്ടിൽ വരണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അത് പോയി. അപ്പോൾ എന്ന് പോകുന്ന സമയത്ത് രണ്ടിടത്താണ് 42 വാക്യം കഴിഞ്ഞിട്ട് 49 വാക്യത്തിലാണ് പിന്നെ അതിനെ സംബന്ധിച്ച് പറയുന്നത്. അവർ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരു ആൾ വന്നിട്ട് നിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇനി യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട, നമുക്കങ്ങ് പോവാം എന്ന് പറയാണ്. യേശു അത് കേട്ടിട്ട് പറയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. എന്നിട്ട് അവരുടെ വീട്ടിലെത്തിയപ്പം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ പെൺകുട്ടിയുടെ അപ്പനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പുറത്ത് നിർത്തിയിട്ട് അവർ മാത്രം മുറിക്കകത്ത് കയറി. എല്ലാവരും ആ മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ച് കരയുകയും ഒക്കെ ആയിരുന്നു. കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മരിച്ചുപോയെന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു, യേശുവിനെ പരിഹസിച്ചു. മരിച്ച കൊച്ചിനെ ഉറങ്ങുകയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ യേശു അവിടെ ചെന്ന് ആ മരിച്ച കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ബാലെ എഴുന്നേൽക്കുക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. ഉറക്കെ പറയുന്നതിൻ്റെ കാര്യത്തിൽ പുറത്ത് നിൽക്കാനുള്ളവരും കേൾക്കണമല്ലോ, അതുകൊണ്ടായിരിക്കാം. അവളുടെ ജീവൻ തിരിച്ചു വരികയും അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചു ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ, അവിടെ കൂടിയിരുന്നവരെല്ലാം അറിഞ്ഞല്ലോ. അപ്പോൾ ആ പറച്ചിൽ വലിയ കാര്യമില്ല. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളാരോടും ഇത് പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പറയാതിരുന്നാലും അതവിടെ നിൽക്കില്ല എന്നുള്ളത് യേശുവിനറിയാം. കാരണം പറയരുതെന്ന് പറയുന്ന കാര്യമാണല്ലോ അവർ കൂടുതൽ, അല്ലേ? നമ്മൾ രഹസ്യം ആരോടും പറയരുതെന്ന് പറയുന്ന കാര്യം പിന്നെ അത് മനസ്സിലിരിക്കത്തില്ല, പറയാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാകുക. ഞാൻ ഒരു ചിന്തയിൽ ക്രിസ്തു അവരോട് പറഞ്ഞാണെന്ന് അറിയത്തില്ല. പക്ഷേ ക്രിസ്തു അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവിടെ ഇത് കണ്ടും കേട്ടും ഇരുന്ന ഒരു സമൂഹം, ഈ കരയാൻ വന്നവരും വിലപിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അവർ മരിച്ചു എന്ന് തന്നെ കണ്ടവരും മരിച്ചു എന്ന് തന്നെ വിശ്വസിച്ചവരുമാണ്. അവരുടെ ഇടയിലേക്കാണ് ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത്. അത് കാണുമ്പോൾ ഒരിക്കലും ഈ അത്ഭുതം അവർ മറ്റൊരാളോട് പറയാതിരിക്കില്ല. അവർ ചെന്ന് വീട്ടിൽ പറയും, അയൽപക്കത്ത് പറയും, എല്ലായിടത്തും പറയും. അവർ മറ്റവരോട് പറയും, അവിടുത്തെ ഒരു കൊച്ചുണ്ടല്ലോ, ആ കൊച്ചു മരിച്ചിരുന്നുണ്ട്, ആ കൊച്ചിനെ യേശു വന്ന് ഉയർപ്പിച്ചു, ജീവൻ കൊടുത്തു എന്നൊക്കെ പറയുന്ന വാർത്ത കാട്ടുതീ പോലെ വളരുക തന്നെ ചെയ്യും. അതൊരു ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രാവം, അത് ബ്ലീഡിങ് ഉള്ളൊരു സ്ത്രീ വൈദ്യന്മാർക്ക് പോയി കണ്ടു, ഒരുപാട് പണം കൊടുത്തു, പിന്നെ പ്രാർത്ഥനാ സ്ഥലത്തും ഒക്കെ പോയി, ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ സൗഖ്യത്തിനായിട്ട് പോയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനാ സ്ഥലത്ത് പോയതായിട്ടൊന്നും എഴുതിയിട്ടില്ല, ഞാൻ അങ്ങ് പറഞ്ഞാണ്. ഒരുപാട് വൈദ്യന്മാരെ പോയി കണ്ടു, അവർക്ക് ഒരുപാട് പണം കൊടുത്തു, എന്നിട്ടും ആരാലും സൗഖ്യം വരുത്താൻ കഴിയാത്തുള്ളൊരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞിട്ട് പോയി തൊങ്ങലൊന്ന് തൊട്ടു. അപ്പോൾ സൗഖ്യം, അവൾക്ക് ആ ബ്ലീഡിങ് നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ തൊട്ടതെന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ തൊട്ടത് അറിഞ്ഞിട്ട് യേശു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാർ എന്ന് യേശു ക്രിസ്തു ചോദിക്കുന്നുണ്ട്. ഞാനല്ല എന്നെല്ലാവരും പറഞ്ഞു. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, ഇതെന്താണ് ഈ ജനം ഇവിടെ തിരക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരുപാട് പേര് നിൻ്റെ ദേഹത്ത് വന്ന് മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആരെന്ന് പറയും? ഒരുപാട് പേര് തട്ടി നിന്നെ തൊട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു പറയാണ്, ഇല്ലല്ല, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതാണ് ക്രിസ്തു അതറിയാനുള്ള കാരണം. ബാക്കിയുള്ളവർ തൊട്ട പോലെ അല്ല ഈ സ്ത്രീ തൊട്ടത്. ഈ സ്ത്രീ തൊടുകയും ഈ സ്ത്രീയിലേക്ക് ഒരു ശക്തി ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ക്രിസ്തു അറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്ത്രീക്ക് മനസ്സിലായി, ഇനി ഞാൻ മറിഞ്ഞിരിക്കാൻ കാര്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് സ്ത്രീ തന്നെ പറഞ്ഞു, ഞാനാണ് തൊട്ടത് എന്ന് പറഞ്ഞു. തൊട്ടതെന്ന് മാത്രമല്ല, സൗഖ്യമായ കാര്യവും അവൾ ജനത്തോടും ക്രിസ്തുവിനോടും അറിയിച്ചു. അപ്പോൾ അത് തൊട്ടത് സൗഖ്യമായതുകൊണ്ടാണ് അത് തൊട്ടത്. അല്ലെങ്കിൽ വെറുതെ തൊട്ട് പോയിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവൾ വന്ന് പറയത്തില്ല. തൊടുകയും വസ്ത്രത്തിൽ തൊടുമ്പം തൊട്ടത് ക്രിസ്തു അറിയണമെന്നില്ല, അങ്ങനെ തൊട്ടതല്ലല്ലോ. പക്ഷെ ആ തൊടൽ കൊണ്ട് അവൾക്ക് സൗഖ്യം ഉണ്ടായതുകൊണ്ട്, 12 വർഷത്തെ രോഗം അവൾക്ക് മാറിപ്പോയതുകൊണ്ട്
ആ സ്ത്രീ വന്നിട്ട് പറയാണ്, ഞാനാണ് തൊട്ടതെന്ന് പറയുന്നുണ്ട്. എനിക്ക് സൗഖ്യമായി, എനിക്ക് 12 വർഷമായിട്ട് രോഗം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങേ തൊട്ട് വിശ്വാസത്തോടെ തൊട്ടതുകൊണ്ട് എനിക്ക് സൗഖ്യവും ഉണ്ടായി, എനിക്ക് പിന്നെ ഇപ്പം ബ്ലീഡിങ് ഇല്ല. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന, സമാധാനത്തോട് പോകും. അവിടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. വിശ്വാസം ക്രിസ്തീയ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് കൂടി ഈ സംഭവം, ഇത് സംഭവമാണ്, നടന്ന സംഭവമാണ്, ഒരിക്കലും കഥയല്ല, നടന്ന സംഭവമാണ്. അത് നമ്മളോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ വിശ്വാസമില്ലാതെ, ക്രിസ്തുവിന് പോലും വിശ്വാസമില്ലാത്തടത്തൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. കഫർനഹൂമിൽ ചെല്ലുമ്പോൾ, സ്വന്തം വീട്ടിൽ ചെന്നിട്ട് സ്വന്തം പിതൃദേശത്ത് ചെല്ലുമ്പോൾ അവിടെ വീര്യപ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ക്രിസ്തു പറയുന്നിടത്ത് അവരുടെ അവിശ്വാസം നിമിത്തം വലിയ വീര്യപ്രവർത്തികൾ ചെയ്തില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവിശ്വാസം ഈ അത്ഭുതങ്ങൾക്ക് ഒരു അടിസ്ഥാനമായ കാര്യമാണ്. അപ്പം വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വാസം ലഭിക്കുകയുള്ളൂ, എന്തെങ്കിലും അത്ഭുതം നടക്കുകയുള്ളൂ, ഒക്കെ നമ്മൾ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം വിശ്വാസമാണ് ഇതിനകത്തെല്ലാം പ്രധാനം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യം, പിന്നെ നിത്യജീവനൊക്കെയാണ് ഇതിലേറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ അതാണ് ഈ ഭൂമിയിൽ ഇനി എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതാണ് നിത്യജീവനും ദൈവരാജ്യ പ്രവേശനവും. അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബൈബിൾ നമ്മൾ കൊണ്ടു കിടക്കുന്നത്. ലോകത്തൊരിടത്തും ഇല്ലാത്ത, ഒരു പുസ്തകത്തിലും ഇല്ലാത്ത, ഒരു മതത്തിലും അറിയിക്കാത്ത, ഒരു ജാതിയിലും വിളിച്ചു പറയാത്ത, ദൈവം മാത്രം പറഞ്ഞിരിക്കുന്ന, ദൈവം ഭൂമിയിലെ മനുഷ്യർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന, മറ്റൊരിടത്തും കാണാത്ത ഒരേ ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അത് ലഭിക്കാനാണ് നമ്മൾ ഈ വിശ്വാസത്തിൽ ആത്യന്തികമായി നിൽക്കുന്നത്. അപ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഭൂമിയിൽ എന്ത് ലഭിച്ചിട്ടും കാര്യമില്ല. അതാണ് പറയുന്നത്, ലോകത്തെ മുഴുവൻ നേടിയിട്ടും നിൻ്റെ ജീവനെ നീ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് വചനം നമ്മളോട് ചോദിക്കുന്നു. ജീവനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആദമിന് നഷ്ടപ്പെട്ടത് അതാണല്ലോ. ആദമിന് ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടത് അതാണ്. നീ ആ ഫലം നില്ലുന്ന ആളിൽ നീ മരിക്കും എന്ന് പറയുന്നത്. ആക്ച്വലി മരിച്ചില്ല, പക്ഷേ ആ മരിക്കും എന്ന് പറയുന്നതിന് അതല്ലാത്ത ഒരു ആശയവും അർത്ഥവുമുണ്ട്. അവർ മരിക്കാത്തവരായിരുന്നു, ഒരിക്കലും മരിക്കാത്തവരായിരുന്നു, പക്ഷെ അവരിലേക്ക് മരണം കടന്നു വന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മരണം കടന്നു വന്ന് അവരെന്നേക്കും ജീവിച്ചിരിക്കേണ്ടവരായിരുന്നു, പക്ഷെ അവർ മരണം കടന്നു വന്നു. ഒരു സമയമായപ്പോൾ, പ്രായമായപ്പോൾ അവർ മരിച്ചു. അപ്പോൾ മരണമില്ലാതിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ മരണമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുന്നതാണ് ബൈബിളിൻ്റെ ഉപദേശം. എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ അതാണെന്ന് ഞാൻ അടിവരയിട്ട് ഒന്നുകൂടെ ഈ ദിവസം ഇവിടെ പ്രസ്താവിക്കുകയാണ്. അത് ബൈബിളിൽ നിന്ന് തന്നെ അതിനുള്ള തെളിവുകൾ നമുക്ക് കണ്ടെത്തി മനസ്സിലാക്കാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള വായനകളിലും വീണ്ടും നമുക്ക് കേൾക്കുവാനും കാണുവാനുമുള്ള അവസരമുണ്ട്. വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.